കല്യാണ ഫോട്ടോ ടി. വാസുദേവൻ നിർമ്മിച്ച് ജെ.ഡി. തോട്ടാൻ സംവിധാനം ചെയ്ത കല്യാണ ഫോട്ടോ എന്ന ചലച്ചിത്രം പുറത്തിറങ്ങിയത് 1965 ഏപ്രിൽ 30-നാണ്. ചെമ്പിൽ ജോണിൻ്റെ ജനപ്രിയ നോവലിൻ്റെ ദൃശ്യ ആവിഷ്കാരമായിരുന്നു ഈ സിനിമ. ഈ സിനിമയിൽ ചെറിയൊരു വേഷവും നോവലിസ്റ്റ് ചെമ്പിൽ ജോൺ ചെയ്തിട്ടുണ്ട്. കഥ ചെമ്പിൽ ജോൺ, തിരക്കഥ എസ്. എൽ. പുരം സദാനന്ദൻ. വയലാറിൻ്റേതായിരുന്നു ഗാനങ്ങൾ. ഈണം കെ. രാഘവൻ്റേതും. ഗായകർ എൽ.ആർ. ഈശ്വരി, പി. ലീല, യേശുദാസ്, ഗോമതി, രേണുക. അഭിനയിച്ചവർ മധു കൊട്ടാരക്കര, കമലാദേവി, നിർമ്മല, അടൂർ ഭവാനി, അടൂർ ഭാസി, മുതുകുളം, പി. എ. തോമസ്, ഫിലോമിന, മീനാകുമാരി, രുക്മിണി അമ്മ, കൊച്ചപ്പൻ, സന്തോഷ് കുമാർ, മണവാളൻ ജോസഫ്, ജൂനിയർ പത്മിനി, കെ. ബി. കുറുപ്പ്, എസ്. എ. ഫരീദ്, ചെമ്പിൽ ജോൺ. കഥ: ക്ഷയരോഗിയാണ് ഗോവിന്ദപിള്ള. അതിൻ്റേതായ അവശതകൾ എല്ലാമുണ്ട്. മകൻ രാമൻപിള്ള. കൊലക്കുറ്റത്തിൻ്റെ പേരിൽ അയാൾ അറസ്റ്റിലായി. മകൾ ഭവാനി ആശ്രയരഹിതയായി. അവൾക്ക് തുണയേകാൻ ഒരാളെത്തി. മറ്റാരുമല്ല, ഹെഡ് കോൺസ്റ്റബിൾ പണിക്കർ. അയാൾ അവളെ വിവാഹം കഴിച്ചു. അവൾക്കും മറ്റുമായി ധാരാളം പണം ചിലവഴിക്കേണ്ടി വന്നു പണിക്കർക്ക്. അതുമൂലം വലിയൊരു കടബാധ്യത അയാൾക്കുണ്ടായി. നാടുവിടേണ്ട അവസ്ഥ. എന്നാൽ അപ്പോഴേക്കും അയാൾക്ക് സ്ഥലം മാറ്റവുമായി. ഗർഭിണിയായ ഭവാനി പ്രസവിച്ചു. പ്രസവശേഷം ആശുപത്രി വിട്ടു വന്നപ്പോഴേക്കും അവൾ നിരാലംബയായി കഴിഞ്ഞിരുന്നു. ഭവാനി പണിക്കരുടെ വീട്ടിലെത്തി. അവിടെ അപ്പോൾ എന്തിനും പോന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, സരോജിനി. തെറ്റിദ്ധാരണയിലായി ഭവാനി. അവൾ വീണ്ടും വഴിയാധാരമായി. കുഞ്ഞിനവൾ പേരിട്ടിരുന്നു സോമൻ. എഞ്ചിനീയറായ ഐപ്പ് ചേച്ചമ്മ ദമ്പതിമാർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. അനപത്യ ദുഃഖത്തിലായിരുന്നു അവർ. ഭവാനി കുഞ്ഞിനെ ഐപ്പ് ചേച്ചമ്മ ദമ്പതിമാർക്ക് കൈമാറി. അവൾ യാത്രയായി. ഭവാനി പണിക്കർ കല്യാണ ഫോട്ടോ അവളുടെ കൈവശം ഉണ്ടായിരുന്നു. ആ ഫോട്ടോയുടെ പകുതി കീറി കുഞ്ഞിനൊപ്പം അവൾ ഐപ്പ് ചേച്ചമ്മ ദമ്പതിമാരെ ഏൽപ്പിച്ചിട്ടാണ് യാത്രയായത്. ഐപ്പ് ചേച്ചമ്മമാർക്ക് കുഞ്ഞിനെ ഏറെ ഇഷ്ടമായി. കുട്ടികളല്ലാത്ത കുടുംബമല്ലേ. ഒരു കുഞ്ഞു വന്നപ്പോൾ എന്തൊരു സന്തോഷം. പക്ഷേ സോമൻ എന്ന പേരിനോടത്ര താല്പര്യം ഉണ്ടായില്ല. അവർ ക്രിസ്ത്യാനികളല്ലേ. അവർ കുഞ്ഞിൻ്റെ പേര് മാറ്റി. സോമൻ എന്നതിന് പകരം ജോണി എന്നവന് പേരിട്ടു. ക്രിസ്ത്യാനിയാക്കി. ജോണിനെ വളർത്താനും തുടങ്ങി. ജോണി നല്ല നിലയിൽ പഠിച്ച് ഉയർന്നു. ഇപ്പോൾ അവൻ ഒരു ഇൻസ്പെക്ടറാണ്. ഇൻസ്പെക്ടറായ അവന് ഒരു കാമുകിയുണ്ട്. കാമുകിയുടെ പേര് ആലീസ്. യഥാർത്ഥ അച്ഛൻ ആരാണെന്ന് ജോണിന് ഇപ്പോഴും അറിയില്ല. മാത്രവുമല്ല, ഇപ്പോൾ പണിക്കരുടെ മേലുദ്യോഗസ്ഥനായി മാറിയിരിക്കുന്നത് ജോണാണ്. ആലീസുമായുള്ള വിവാഹം നടത്താമെന്നായി. അപ്പോൾ ജോണിൻ്റെ പൂർവ്വകഥ അന്വേഷണത്തിൽപ്പെട്ടു. സ്വാഭാവികമല്ലേ. ആ അന്വേഷണത്തിനൊടുവിൽ നിരാലംബയായി കഴിഞ്ഞിരുന്ന ഭവാനിയുടെ ഭാണ്ഡക്കെട്ടിൽ നിന്നും കല്യാണ ഫോട്ടോയുടെ മറ്റേ പകുതി കണ്ടുകിട്ടുന്നു. സത്യങ്ങളെല്ലാം വെളിച്ചത്തു വരുന്നു. ഭവാനിയും പണിക്കരും ഒന്നാകുന്നു.